തൃക്കരിപ്പൂരിൽ VPP മുസ്ലിങ്ങൾ ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചത് ഇപ്പം സന്ദീപ് വാര്യർ വന്നതോടുകൂടി വലിയൊരു മത്സരത്തിലേക്ക് പോകുന്നു. ഒരിടത്തും ഈസി വാക്ക് ഓവർ എന്ന് ഞങ്ങൾ കാണുന്നില്ല. ധർമ്മടത്ത് പോലും ജനങ്ങളെ കാണുക, വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിക്കുക, എല്ലായിടത്തും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുക, മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരിക, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഒരു മണ്ഡലത്തിലും ഈസി വാക്ക് ഓവർ ഇല്ല, ഒരു മണ്ഡലവും ഞങ്ങൾ കൈവിടുന്നുമില്ല. അതൊക്കെ ജയിക്കും, അതിലൊന്നും ഒരു സംശയവുമില്ല. എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ജനങ്ങളിലെത്തിക്കുക, വികസനവും ക്ഷേമവും ജനങ്ങളിലെത്തിക്കുക എന്ന വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. TK ഗോവിന്ദൻ വർഗവഞ്ചകനാണ്. അദ്ദേഹം ഒരിക്കലും CPIMൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയി അവരുടെ പിന്തുണയും വാങ്ങി മത്സരിക്കേണ്ട ഒരാളല്ല. അദ്ദേഹം തന്നെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞതാണ്, എനിക്കെന്താണ് അയോഗ്യത. അത് ഞാൻ ചില ഘട്ടത്തിൽ വ്യക്തമാക്കിയതുപോലെ ഒരാളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അയോഗ്യനല്ല. പക്ഷേ ഞാനാണ് പരമയോഗ്യൻ എന്ന മട്ടിൽ സ്ഥാനാർത്ഥി മോഹവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരും വരാറില്ല. AKG 1952 ആദ്യ പാർലമെൻറ്റിൽ അന്ന് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത് ഞാനാണ് പരമയോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല. AKG 1977 അദ്ദേഹം മരണപ്പെടുന്നതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതകഥ, ആത്മകഥയാണത്. അതിലദ്ദേഹം പറഞ്ഞത്, ഇക്കാലമത്രയും ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ പൊരുതുകയായിരുന്നു ഞാൻ. ഇനി എൻ്റെ ആഗ്രഹം ജനങ്ങളുടെ അടുത്തേക്ക് പോകണം. പണ്ട് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടം പോലെ വീണ്ടും പോരാട്ടം തുടരണം. ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ്. എന്നാൽ TK ഗോവിന്ദൻ പാർലമെൻ്ററി വ്യാമോഹത്താൽ അദ്ദേഹം രാഷ്ട്രീയമായി തെറ്റായ ഒരു നിലയിലേക്ക് എത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്തത്. അതും അദ്ദേഹം ഷാള് സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകനായ V. ഭാസ്കരനെ വീട്ടിൽ പോയി കൊല്ലാക്കൊല ചെയ്യാനുള്ള ഗുണ്ടാ സംഘത്തെ അയച്ച സുധാകരൻ്റെ കയ്യിൽ നിന്നാണ്. ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതോടുകൂടി തളിപ്പറമ്പ് മണ്ഡലത്തിലെ ചിത്രം അങ്ങ് മാറി. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമായിട്ടത് മാറി. ആ പോരാട്ടം നടക്കുന്നതിനിടയിൽ 2 തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരായി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ച് ജയിച്ച മലപ്പട്ടത്തെ TK ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായ രമണി താൻ ഭർത്താവിൻ്റെ കൂടിയാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, എനിക്ക് പാർട്ടിയല്ലല്ലോ ചോറ് തരുന്നത്, ഗോവിന്ദൻ മാഷല്ലേ ചോറ് തരുന്നത്. നിഷ്കളങ്കമായ ചോദ്യമായി തോന്നും. എത്രയോ ദിവസം ശ്രീകണ്ഠാപുരം പാർട്ടി ഓഫീസിൽ വെച്ച് ഏരിയ കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ രമണി പാർട്ടിയുടെ ചോറ് തിന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ചോറിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയ ചോറാണെങ്കിൽ അങ്ങനെ പറഞ്ഞു. രമണിയുടെ ഭർത്താവ് ഗോവിന്ദൻ മാഷ് പാർട്ടി മാറുന്ന സമയത്ത് ആ ദിവസം പത്രസമ്മേളനം നടത്തുന്ന ദിവസം ഉച്ചക്ക് മയിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയി പാർട്ടിക്ക് എതിരായി പത്രസമ്മേളനം നടത്തിയത്. അതുകൊണ്ട് ചോറിൻ്റെ കൂറല്ല, രാഷ്ട്രീയ കൂറാണ് അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് നടപടിയെടുത്തത്.
പിന്നെ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്, കഴിച്ചിരുന്നു, അത് സത്യമാണ്. ഇനിയും അവർ പാർട്ടി ഓഫീസിൽ ഭക്ഷണത്തിന് വന്നാൽ നമ്മൾ കൊടുക്കേണ്ടി വരും, അതിലെന്താ തർക്കം? പക്ഷെ അവർ പറഞ്ഞതുകൊണ്ടാണ് ഏത് എനിക്ക് ചോറ് തരുന്നത് കോയിനം മാഷല്ലേ, അതുകൊണ്ട് ഞാൻ കോയിനം മാഷ കൂടെ നിൽക്കാം. രാഷ്ട്രീയ ചോറാണെന്ന് പറഞ്ഞാൽ മതി. അത് അവിടെയൊക്കെ ആലപ്പുഴ പുന്നപ്ര വയലാറിൻ്റെ സമര പോരാട്ട കേന്ദ്രമാണ്. വർഗവഞ്ചകന്മാരോടൊപ്പം നിൽക്കുന്നതല്ല പുന്നപ്ര വയലാറിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ നല്ല തിരിച്ചടിയായിരിക്കും സുധാകരൻ ഉണ്ടാകുക. സുധാകരൻ അവിടെ പോയിട്ട് അവർക്കും പനിയായിരിക്കുക. അവരോടിപ്പോൾ പറഞ്ഞത് ഞാൻ പറയും പോലെ നടത്തിക്കൊള്ളണം. അപ്പോൾ വേണുപോലെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചോളണം. ഇതാണിപ്പോൾ കെ സി വേണുഗോപാല പറഞ്ഞിട്ട് പോലും അദ്ദേഹം അനുസരിക്കുന്നില്ല. മാലയിട്ടതൊക്കെ നല്ലത്, പക്ഷേ കെ സിക്ക് വിധേയമാവുമോ ഈ ജി? ഇല്ല.